എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് മധുരഋതു എന്ന കവിതയുടെ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ പാഠത്തോടനുബന്ധമായി കൊടുത്തിരിക്കുന്ന പ്രവർത്തനങ്ങളാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. ഒന്നാമത്തെ പ്രവർത്തനം എന്ന് പറയുന്നത് ചോദ്യോത്തരങ്ങളാണ്. ആ കവിതയുടെ സൈഡിൽ 2 ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ ചോദ്യം, सूखे तिनको से क्या ताल्पर्य? सूखे तिनको से क्या ताल्पर्य? सूखे तिनके എന്ന് വെച്ചാൽ വാടിയ പുൽനാമ്പുകൾ എന്ന് വെച്ചാൽ ഇവിടെ എന്താണ് അർത്ഥമാക്കുന്നത് എന്നാണ്. ഇവിടെ സൂഖ്യ തിൻകെ എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് എന്താണ്? നിരാശയും വിഷമവും നിറഞ്ഞിരിക്കുന്ന അവസ്ഥയാണ്. അപ്പം മധുരഋതു കാലഘട്ടമാകുമ്പോൾ അല്ലെങ്കിൽ തന്റെ പ്രേമികയോടൊപ്പം ആകുന്ന അവസരത്തിൽ ആ ദുഃഖവും നിരാശയും എല്ലാം അസ്തമിക്കും. അതെല്ലാം നമ്മിൽ നിന്ന് ഓടിയകലും സന്തോഷത്തിന്റെ നിമിഷങ്ങളാണ്. അപ്പം ഇവിടെ സൂഖ്യ തിൻകെ എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് നിരാശയും വിഷമവും ഒക്കെയാണ്. അപ്പൊ അതാണ് ഇതിന്റെ ഉത്തരമായിട്ട് എഴുതുന്നത്. അപ്പൊ അതെങ്ങനെയാണ് എഴുതുന്നത്? അതിനൊരു മോഡൽ വായിക്കാം. जीवन में निराश होकर जीने वालों को ऐसा कहा गया है. ऐसा मतलब सूखे तिनको जैसे कहा गया है. अപ്പോ सूखे तिनको से मतलब जीवन में निराश होकर जीने वालों को सूचित करने वाले शब्द है इस कविता में सूखे तिनक. അപ്പോൾ അതാണ് ഇതിന്റെ ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം. അപ്പോൾ सूखे तिनको से तात्पर्य मतलब जीवन में निराश होने वाले അല്ലെങ്കിൽ जीवन में निराश होकर जीने वाले लोगों को सूचित करता है. देन दूसरा प्रश्न, उषा शब्द किन किन की ओर इशारा करता है? उषा शब्द किन किन की ओर इशारा करता है? ഉഷ മത്ലബ് പ്രഭാത് അല്ലെ? അപ്പം ഉഷ എന്നുള്ളത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? പ്രഭാതം എന്ന് പറയുന്നത് എപ്പോഴും ഒരു പ്രതീക്ഷയുടെ പുതിയൊരു തുടക്കത്തിന്റെ ഒക്കെ ഒരു പ്രതീകമാണ്. നമുക്ക് പുതിയതായിട്ടൊന്ന് തുടങ്ങാനുള്ള, ആരംഭിക്കാനുമായിട്ടുള്ള, ഫ്രഷായിട്ട് ആരംഭിക്കുവാനുള്ള ഒരു നിമിഷമാണ് പ്രഭാതം എന്ന് പറയുന്നത്. അപ്പോൾ പുതിയ പ്രതീക്ഷകളും അതുപോലെ തന്നെ പുതിയ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ നമുക്ക് ഉണ്ടാകുന്നതാണ് ഈ പ്രഭാതത്തിൽ. അപ്പോൾ ഈ ഉഷ ശബ്ദം കൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത് എന്താണ്? ഉത്തരം, नई आशाओं और प्रतीक्षाओं से रहने वालों की ओर इशारा करता है. तो उषा शब्द नई आशाओं और प्रतीक्षाओं से रहने वालों की ओर इशारा करता है. പുതിയ ആഗ്രഹങ്ങളും അതുപോലെ തന്നെ പ്രതീക്ഷകളുമായി നിൽക്കുന്നവരെയാണ് ഇവിടെ ഉഷാ ശബ്ദം കൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇങ്ങനെ വളരെ ചെറിയ 2 ചോദ്യങ്ങൾ മാത്രമാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. വൺവേയുടെ ഒറ്റ സെന്റൻസിൽ തന്നെ ഉത്തരങ്ങൾ എഴുതാവുന്ന വളരെ എളുപ്പത്തിലുള്ള 2 ചോദ്യങ്ങൾ. അതാണ് ഇതിലെ ഒന്നാമത്തെ പ്രവർത്തനം എന്ന രീതിയിൽ നമുക്ക് കണക്കാക്കാൻ സാധിക്കുന്നത്. ഇനി രണ്ടാമത്തെ പ്രവർത്തനം എന്ന് പറയുന്നത് അനുവർത്തികാരി എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നു. അതൊന്ന് ഞാൻ വായിക്കാം. छायावाद में कवि कोमल पदावलियों का प्रयोग करते थे. निम्नलिखित शब्दों के स्थान पर कविता में प्रयुक्त शब्द छांट कर लिखी. അപ്പോൾ നമ്മൾ ഛായാവാദം എന്താണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടു. അപ്പൊ ഛായാവാദിന്റെ പ്രത്യേകതയായി പറഞ്ഞ കോമള പദാവലിയും കാ പ്രയോഗം അല്ലെ, ലാക്ഷണിക് ശബ്ദവും കാ പ്രയോഗം എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ഇവിടെ അത്തരത്തിലുള്ള നിരവധി മനോഹരമായ വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്ന ഹിന്ദി വാക്കുകൾക്ക് അനുരൂപമായ ലാക്ഷണിക് ശബ്ദ അല്ലെങ്കിൽ ആലങ്കാരികമായ അല്ലെങ്കിൽ കൂടുതൽ മനോഹാരിത കിട്ടാൻ വേണ്ടിയിട്ട് ഹിന്ദി നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന വാക്കുകൾക്ക് പകരം ഈ കവിതയിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ കണ്ടെത്തി എഴുതുക എന്നാണ്. അപ്പോൾ അങ്ങനെ ഏകദേശം 16 വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഓരോന്നോരോന്നായിട്ട് വായിക്കാം. ഒന്നാമത്തെ വാക്ക് വസന്ത്. വസന്തം എന്ന വസന്തകാലം. അതിന് നമ്മൾ ഈ പാഠത്തിൽ എന്താണ് പറയുന്നത്? മധു ഋതു എന്നാണ് അല്ലെ, വസന്തകാലം. അപ്പം വസന്തം എന്നുള്ളതിന് ഇവിടെ മധുഋതു അല്ലെങ്കിൽ ഋതു എന്ന് വേണേൽ പറയും. വസന്തം ഋതു എന്ന് വെച്ചാൽ കാലം എന്നാണ് അർത്ഥം. ഇവിടെ വസന്ത ഋതു എന്ന് വെച്ചാൽ വസന്തകാലം. അപ്പൊ വസന്ത് എന്നുള്ളതിന് സമാനമായിട്ട് നമ്മൾ ഈ കവിതയിൽ ഉപയോഗിച്ചിരിക്കുന്ന ഋതു എന്ന വാക്കാണ്. ഇനി മോസം. മോസം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാലം, സമയം എന്നൊക്കെയാണ്.
അപ്പോൾ ഇവിടെ മോശം എന്നതിന് പ്രത്യേകിച്ച് അതിന് അനുരൂപമായൊരു വാക്ക് നമുക്ക് ഇതിനായിട്ട് കാണാനായിട്ട് സാധിക്കില്ല. പക്ഷെ അതിനെ സൂചിപ്പിക്കുന്ന, ആ കാലത്തെ സൂചിപ്പിക്കുന്ന ദോ ദിൻ എന്ന് നമ്മൾ പറയുന്നുണ്ട് അല്ലെ. കവിതയിൽ പറയുന്ന ദോ ദിൻ എന്താണ്? യഹ് മധു ഋതു ദോ ദിൻകോ അരെ ആ ഗയി ഹേ പോലീസ് യഹ് മധു ഋതു ദോ ദിൻകോ. അപ്പൊ നമ്മൾ വ്യാഖ്യ പറഞ്ഞു ദോ ദിൻ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് 2 ദിവസമല്ല, കുറച്ചു കാലം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ മോസം എന്നതിന് അതിന് പകരമായിട്ട് ഇവിടെ ആലങ്കാരികമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നതാണ് ദോ ദിൻ. അപ്പൊ മോസമിന് തദനുകൂലമായിട്ടുള്ള അനുരൂപമായ ശബ്ദം കവിതയിലെ ദോ ദിനാണ്. ഈ മൂന്നാമത്തെ വാക്ക് ഭൂമി. അത് നമുക്ക് പരിചിതമായ പര്യായപദമാണ് വസുധ. ഭൂമിക്ക് പകരം ഉപയോഗിച്ചിരിക്കുന്നത് വസുധയാണ്. ആകാശ്. ആകാശ് എന്നതിന് പകരം നഫ് എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ജംഗൽ. ജംഗൽ എന്നതിന് പകരം ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് എന്താണ്? ചാടുകണ്ട്. ചാടുകണ്ട് കെ ചെറുപ്പതിച്ചെടുമേയും പാകോ സൂഖേ തിൽക്കും അല്ലെ. അപ്പോ അതാണ്. ഇനി ശിശിർ. ശിശിരകാലം. ശിശിരകാലിന് നാം ഇതിൽ കവിതയിൽ പറഞ്ഞിരിക്കുന്ന പതച്ചട് എന്നുള്ളതാണ്. ഇലപൊഴിയും കാലം പതച്ചട്. കലി പൂമുട്ട് അല്ലെ പൂവ്, അതിന് നമ്മൾ കുസുമ എന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. കിസലയ. കിസലയന് നമ്മൾ കവിതയില് പല്ലവ് എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മലയ സമീർ. മലയ സമീറിന് പകരമായിട്ട് അതിന് അനുരൂപമായ വാക്ക് മലയാനിൽ എന്ന വാക്കാണ്. മലയിൽ നിന്ന് വരുന്ന കാറ്റ്. ആംഖ്. ആംഖിന് നയൻ എന്ന സമാനാർത്ഥ ശബ്ദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കമല്. കമലിന് നലിൻ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ പ്രഭാത്. നമ്മളിപ്പോ പറഞ്ഞു പ്രഭാത് എന്താ പ്രഭാത് ഉഷ. ദെൻ പൂരബ് കിഴക്ക് ദിശ. അതിന് നമ്മളിവിടെ ലഘുപ്രാഞ്ചി എന്നാണ്. അതുപോലെ സമുദ്ര. സമുദ്രന് ജലധി. അന്ധകാർക്ക ജലധി ലാന്തക്കാർ ജലധി. ചാന്ദ്. ചാന്ദ്. ചാന്ദിന് ശശി എന്നാണ്. രാത്ത് നിശി. അങ്ങനെ 16 വാക്കുകൾ അതിന് അനുരൂപമായ അല്ല അതേ അർത്ഥമുള്ള സമാനാർത്ഥ ശബ്ദം നമ്മൾ കവിതയിൽ ഉപയോഗിച്ചിരിക്കുന്നു. അപ്പോൾ അത് നമ്മൾ കണ്ടു. ഇനി അടുത്ത അനുവർത്തിക്കാരി വായിക്കാം. നിമ്നലിഖിത പങ്ക്തിയോं का ആശയ വ്യക്ത കരി. കവിത കൊടുത്തിരിക്കുന്നു, അതിന്റെ ആശയം വ്യക്തമാക്കും. കവിത വായിക്കാം. इस एकांत सृजन में कोई कुछ बाधा मत डालो, जो कुछ अपने सुंदर से है दे देने दो इनको, दे देने दो इनको. അവസാനത്തെ ലൈൻസാ. അപ്പൊ ഇതിൽ നിന്നും എന്താണ് അർത്ഥമാക്കുന്നത്? ഈ ഏകാന്ത സൃജന്മേൻ, ഈ ഏകാന്തമായ ഈ പ്രക്രിയയിൽ ഒരു തരത്തിലുമുള്ള തടസ്സങ്ങൾ ഉണ്ടാക്കരുത്. എന്തെങ്കിലും ഈ പ്രണയ ജോഡികൾക്ക് എന്തെങ്കിലും നമുക്ക് കൊടുക്കാൻ സാധിക്കുമെങ്കിൽ അതാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നാണ്. അതിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കുകയല്ല ചെയ്യേണ്ടത് എന്നാണ് അതിലൂടെ അർത്ഥമാക്കുന്നത്. അപ്പോൾ അത് നമുക്ക് എങ്ങനെ എഴുതാം? ഒരു ഉദാഹരണം വായിക്കാം. നമൂന വായിക്കാം. प्रेम के एकांत सृजन कार्य में कोई बाधा उपस्थित नहीं करनी है. अपने में जो कुछ सुंदर है उसे प्रेम युग्मों को देना. अर्थम प्रेम के एकांत सृजन कार्य में कोई बाधा उपस्थित नहीं करनी. അപ്പൊ ഈ ഏകാന്തമായ ഈ പ്രേമത്തിന്റെ സ്നേഹത്തിന്റെ ഈ പ്രക്രിയയിൽ ആരും ഒരു തടസ്സവും സൃഷ്ടിക്കരുത്. അപ്നേമേ ജോ കുച്ച് സുന്ദർ ഹേ, നമ്മൾ എന്തെങ്കിലും സുന്ദരമായിട്ടോ അല്ലെങ്കിൽ ഗുണകരമായിട്ട് ഇവർക്ക് അനുകൂലമായിട്ട് ഇവർക്ക് സന്തോഷം ജനിപ്പിക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഈ പ്രണയ ജോഡികൾക്ക് നമ്മൾ കൊടുക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതാണ് ഇതിലെ അവസാനത്തെ ഈ പങ്ക്തിയുടെ അർത്ഥം. ഇനി അടുത്തത് निम्नलिखित छायावादी प्रवृत्तियों को सूचित करने वाले पंक्तियां लिखे. നമ്മൾ ഛായാവാദി കാവ്യങ്ങളുടെ അല്ലെ ഛായാവാദ കാവ്യ ശൈലിയുടെ പ്രത്യേകതകൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറയുന്നുണ്ട്. അപ്പം അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട 4 പ്രത്യേകതകളാണ്. 1 പ്രകൃതി ചിത്രൻ, 2 സൗന്ദര്യവർണ്ണൻ, 3 മാനവീകരൻ, 4 പ്രേമാനുഭൂതി. അപ്പോൾ ഈ സവിശേഷതകൾ സൂചിപ്പിക്കുന്ന ഈ കവിതയിലെ പങ്ക്തികൾ കണ്ടെത്തുക എന്നാണ്. അപ്പോൾ ഒന്നാമത് പ്രകൃതി ചിത്രം.
പ്രകൃതിയിലെ സൗന്ദര്യം ചിത്രീകരിക്കുന്നു. ലൈൻസ് വായിക്കാം. ജവ കുസുംസി ഉഷാ ഖിലേഗി മേരി ലഘു പ്രാഞ്ചി മേ. അല്ലേ, അപ്പൊ അത് പ്രകൃതിയല്ലേ. ജവാ കുസുംസി ഉഷാ ഖിലേഗി. അപ്പോ ഇവിടെ എല്ലാം പ്രകൃതിയിലെയാണ് ഉപമിച്ചിരിക്കുന്നത്. ജവാ കുസുംസി തന്റെ പ്രേമികയെ ഉപമിച്ചിരിക്കുകയാണ്. പ്രകൃതിയിലെ എന്താണ് ജവാ കുസുമ്, നല്ല പൂവിനെ പോലെ. ഉഷാഖിലേകി, രാവിലെ ഉണരുന്ന പ്രഭാതം പോലെ. മേരി ലഘു പ്രാഞ്ചീമേൻ, കിഴക്കുദിക്കുന്ന പ്രഭാതം പോലെ, ചുവന്ന പൂ പോലെ എന്നൊക്കെ നമ്മിൽ പറഞ്ഞിരിക്കുക. ഇതൊക്കെ എന്താണ്? പ്രകൃതി ചിത്രമാണ്. ഇനി രണ്ട് നമുക്ക് ഇതിലെന്താണ്? മാനവീകരണം എന്ന് വെച്ചാൽ മനുഷ്യനുമായിട്ട് താരതമ്യപ്പെടുത്തിക്കൊണ്ട് പറയുന്നു. പ്രകൃതിയിലെ വസ്തുക്കളെ മനുഷ്യനുമായി താരതമ്യപ്പെടുത്തുന്നു. ഒന്നാമത്തെ സെന്റൻസ് തന്നെ നമുക്കതിൽ കാണാം. അരേ ആ ഗയി ഹേ ഫൂലീസി യഹു മധുരദു ദോദിൻ കോ. അപ്പോ ആ ഗയി ഹേ ഫൂലീസി, വഴിതെറ്റി വന്നതുപോലെ. മനുഷ്യരാണ് സാധാരണ വഴിതെറ്റി ഒക്കെ പോവുകയും ഒക്കെ ചെയ്യുന്നത് മനുഷ്യർക്കാണ്. അപ്പൊ അതുപോലെ തന്നെ മനുഷ്യനോട് ഉപമിച്ചിരിക്കും, മനുഷ്യന്റെ സ്വഭാവത്തോട് ഉപമിച്ചിരിക്കുകയാണ് ഈ വസന്തകാലത്തെ. വരെ ആ ഗയി ഹേ ഫൂലീസി യഹു മധുരദു ദോദിൻ കോ. വളരെ കുറച്ചു കാലത്തേക്ക് മാത്രം ആയിട്ട് വന്നിരിക്കുക. ഇനി അടുത്ത നമുക്ക് സൗന്ദര്യവർണ്ണന ഇതില് അങ്ങനെയുള്ള ലൈൻ. ഹസി ഫരി ഉസ് അരുൺ അധർ കാ രാഗ് രഗേഗാ ദിൻ കോ. അപ്പൊ ചുണ്ടുകളെ ഉപമിച്ചിരിക്കുകയാണ്. എങ്ങനെയാണ്? അരുണ് അധർ, ഹസി ഫരി, പുഞ്ചിരി നിറയുന്ന ചുവന്ന തുടുത്ത ആ ചുണ്ടുകള് എങ്ങനെയാണ്? രാഗ് രഗേഗാ ദിൻ, ദിവസം മുഴുവനും സന്തോഷം പകരുന്നു ആ കാഴ്ച കാണുമ്പോൾ തന്നെ. തന്റെ പ്രേമികയുടെ ആ സൗന്ദര്യ വർണ്ണനയാണ് അവിടെ കവി ചെയ്യുന്നത്. ഇനി അടുത്തത് പ്രേമാനുഭൂതി. അനുഭവങ്ങളെ വ്യക്തമാക്കുന്ന, അനുഭൂതി വ്യക്തമാക്കുന്ന ലൈൻസ്. ചുംബൻ ലേക്കർ ഓർ ജഗാക്കർ മാനസ് നയൻ നലിൻ കോ. വായിക്കാം. ചുംബൻ ലേക്കർ ഓർ ജഗാക്കർ മാനസ് നയൻ നലിൻ കോ. അപ്പോൾ അങ്ങനെയാണ് ചുംബൻ ലേക്കർ ഓർ ജഗാക്കർ. അപ്പം ചുംബനങ്ങൾ നൽകി അവളെ ഉണർത്തി. എങ്ങനെയാണ്? മാനസ നയന നലിൻ കോ, അവളുടെ താമര ഇതള് പോലെയുള്ള അവളുടെ കണ്ണുകള് ചുംബനം കൊടുത്ത് ഉണർത്തുന്നു. അപ്പൊ ഇതൊക്കെ പ്രേമാനുഭൂതിയുടെ വർണ്ണനയാണ് ഈ ലൈൻസ് നമുക്ക് പറഞ്ഞത്. അപ്പൊ ഇതാണ് ഈ കവിതയിലെ ഛായാവാദ പ്രവൃത്തി വ്യക്തമാക്കുന്ന ലൈൻസ്. ഇനിയാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം, അല്ലെങ്കിൽ പരീക്ഷ പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും പ്രധാനം എന്ന് പറയാവുന്നത് അതാണ് ആസ്വാദന ടിപ്പണി. അപ്പം പ്ലസ് വണ്ണിലെ ആദ്യത്തെ കവിതയാണിത്. അപ്പോൾ ഈ കവിതയിൽ നിന്ന് ആസ്വാദന ടിപ്പണി സാധാരണഗതിയിൽ പരീക്ഷയ്ക്ക് ഒഴിവാക്കാറില്ല, എല്ലാ പരീക്ഷകൾക്കും ഉണ്ടാകാറുള്ളത്. അപ്പോൾ ആസ്വാദന ടിപ്പണി എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. കവി കാ പരിചയം, കവിയുടെ പരിചയം ഉണ്ടാകണം. കവിത की കാവ്യധാര और रचनाकाल की सूचന. അത് ഏത് കാവ്യധാര എന്ന് വെച്ചാൽ ഇവിടെ ഛായാവാദ് എന്നുള്ളത് മെൻഷൻ ചെയ്യണം. അതുപോലെ രചനാകാൽ की സൂചന, ആ കാലഘട്ടം. കവിത കാ സാർ, കവിതയുടെ സാരാംശം. अपने दृष्टिकोण में कविता का विश्लेषण किया, തൻ്റെതായ നമ്മുടെ സ്വന്തം കാഴ്ചപ്പാടിൽ കവിതയെ ഒരു വിലയിരുത്തൽ നടത്തുക. ഇങ്ങനെയാണ് ഈ ഒരു ആസ്വാദന ടിപ്പണി തയ്യാറാക്കേണ്ടത്. അപ്പോൾ ആസ്വാദന ടിപ്പണി എഴുതുമ്പോൾ ഒരു 3 പാരഗ്രാഫായിട്ട് എഴുതുക. ആദ്യത്തെ പാരഗ്രാഫിൽ കവിയെക്കുറിച്ചും കവിയുടെ കവിതാക്കി കാവ്യധാര, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മെൻഷൻ ചെയ്ത് ഒരു പാരഗ്രാഫ്. തുടർന്ന് തന്നിരിക്കുന്ന ലൈൻസിന്റെ വ്യാഖ്യ. ഇതിപ്പോൾ തന്നിരിക്കുന്ന എത്ര ലൈൻസ് ആണോ, ഇപ്പോൾ 8 ലൈനാണോ 6 ലൈനോ എത്ര ലൈനാണോ തന്നിരിക്കുന്ന ലൈൻസിന്റെ വ്യാഖ്യ രണ്ടാമത്തെ പാരഗ്രാഫ് എഴുതുക.
മൂന്നാമത്തെ പാരഗ്രാഫിലായിട്ടാണ് നമ്മുടേതായ ദൃഷ്ടികോണും എൻ്റെ ഒരു കൺക്ലൂഷൻ എന്ന രീതിയിൽ എഴുതുക. അങ്ങനെയാണ് ആസ്വാദന ടിപ്പണി എഴുതേണ്ടത്. അപ്പം അതാണ് ഇതിൻ്റെ ആസ്വാദന ടിപ്പണി. അപ്പോൾ അതിൻ്റെ ഒരു നമൂന ഞാനിവിടെ വായിച്ചു കേൾപ്പിക്കാം. അപ്പോൾ ആദ്യം വേണ്ടത് എന്താണ്? ഒരു ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫാണ്. അപ്പോൾ ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫും അതുപോലെ കൺക്ലൂഷനും നമ്മൾ പഠിച്ചിരുന്ന കാണാതെ ബൈഹാർട്ട് ചെയ്തിരിക്കുകയാണെങ്കിൽ നമുക്ക് ഏത് വന്നാലും എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ അതിൻ്റെ ഇൻട്രൊഡക്ഷൻ ആദ്യം ഞാൻ വായിക്കാം. जयशंकर प्रसाद हिंदी के प्रमुख छायावादी कवि थे। उन्होंने अनुभूतियों को नई भाषा, नई शैली और नई अभिव्यंजना प्रदान की। प्रेम और प्रकृति को उन्होंने रंगीन आयाम प्रदान की। उनकी एक प्रमुख छायावादी कविता है मधुरदु. അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ ഇൻട്രൊഡക്ഷനായിട്ട് ചെയ്യുന്ന പാരഗ്രാഫായിട്ട് എഴുതാൻ സാധിക്കുന്ന ഒരു മോഡലാണ് ഇപ്പോൾ വായിച്ചത്. ഇനി അതിന്റെ വ്യാഖ്യയിലേക്ക് വരാം. कवि कहते हैं, मेरे मन में पद फूल कर आने वाली वसंत ऋतु के समान अचानक प्रेमिका आ गई। इस नई व्यथा साधन के लिए आकाश और धरती के बीच सबसे अलग एक छोटी सी कुटिया मैं बना दूंगा। सूखे तिनकों जैसे लोगों को झारखंड के पतझड़ में भाग जाने को कवि कहते हैं। वसंत में आशा के नए नए अंकुर झूलेंगे और पल्लव पुलकित हो जाएंगे। कवि पूछते हैं कि मेरे किसले का यह लघु संसार किसको बुरा लगेगा, अर्थात किसी को बुरा नहीं लगेगा। मलयालम की लहरें आकर मेरे मानस नयन नलिन को चुंबन करके जगाएगी। मेरे छोटे संसार में पूरब से लाल कुसुम के समान उषा खिलेगी। उषा के हंसी भरे लाल होठों का रंग दिन को रंगीन बना देगा। रात में अंधकार के सागर पार करके चंद्रमा की किरणें आएगी। प्रकृति के कण कण में अंतरिक्ष से ओस की बूंदें की वर्षा होगी। प्रेम के इस एकांत सृजन कार्य में किसी को बाधा उपस्थित नहीं करनी है। अपने में जो कुछ सुंदर है उसे इन प्रेम युग्मों को देना है। इस कविता में कंक्लूशन आना, इस कविता में प्रकृति चित्रण, मानवीकरण, सौंदर्यवर्णन, प्रेमानुभूति आदि छायावादी प्रवृत्तियों का सुंदर समावेश हुआ है. ഇതിന്റെ മലയാളത്തിലുള്ള അർത്ഥം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ജയശങ്കർ പ്രസാദ് ഹിന്ദി കെ പ്രമുഖ ഛായാവാദി കവി. ജയശങ്കർ പ്രസാദ് ഹിന്ദിയിലെ പ്രമുഖനായ ഛായാവാദി കവിയായിരുന്നു. उन्होंने अनुभूतियों को नई भाषा, नई शैली और नई अभिव्यंजना प्रदान की. അദ്ദേഹം അനുഭൂതികൾക്ക് പുതിയ ഭാഷയും പുതിയ ശൈലിയും അതുപോലെ തന്നെ പുതിയ അഭിവ്യഞ്ജന പ്രദാനം ചെയ്തു. പ്രേം और प्रकृति को उन्होंने रंगीन आयाम प्रदान किए. പ്രേമത്തിനും പ്രകൃതിക്കും പുതിയ നിറങ്ങൾ അദ്ദേഹം നൽകി. उनकी एक प्रमुख छायावादी कविता है मधुरदु. അദ്ദേഹത്തിന്റെ പ്രമുഖമായ ഒരു ഛായാവാദി കവിതയാണ് മധുരദു എന്നുള്ളത്. कवि कहते हैं, कवि പറയുന്നു, मेरे मन में पद फूलकर आने वाली वसंत ऋतु के समान अचानक प्रेमिക आ गई है. എന്റെ മനസ്സിലേക്ക് വഴിതെറ്റി എന്നതുപോലെ വസന്ത കാലം പോലെ പെട്ടെന്ന് പ്രേമിക വന്നിരിക്കുകയാണ്. इस नई व्यथा साधन के लिए आकाश और धरती के बीच सबसे अलग छोटी सी कुटिया में बना दूंगा. എന്റെ വിരഹിണിയായ പ്രേമികയ്ക്ക് വേണ്ടി ആകാശത്തിനും ഭൂമിക്കുമിടയിൽ വളരെ വ്യത്യസ്തമായൊരു കുടില് ഞാൻ ഉണ്ടാക്കും. सूखे तिनको जैसे लोगों से झारखंड के पतझड़ में भाग जाने को कवि कहते हैं. അപ്പോ ഉണങ്ങിയ പുൽനാമ്പുകളോടൊക്കെ ഇലപൊഴിയുന്ന കാടുകളിലേക്ക് ഓടിപ്പോകുവാനായിട്ട് കവി പറയുകയാണ്.
वसंत में आशा के नए नए अंकुर छूलेंगे और പല്ലോപുരവും പുളകിത് ഹോ ജായെങ്കിൽ. അപ്പോൾ വസന്തകാലമാകുമ്പോൾ ആഗ്രഹങ്ങളുടെയും സ്വപ്നങ്ങളുടെയും പുതിയ ഇലകൾ പൊട്ടിമുളയ്ക്കുകയാണ്. കവി പൂछते हैं कि मेरे किसले का यह ലഘു സംസാർ കിസ്കോ ബുരാ ലേഖക. കവി ചോദിക്കുകയാണ്, എൻ്റെ ലോകത്തിൽ പൊട്ടി വിടരുന്ന ഈ ഇലകൾ കാണുമ്പോൾ ആർക്കാണ് അത് ഇഷ്ടക്കേടുണ്ടാക്കുന്നത്? എൻ്റെ അർത്ഥം കിസിക്കോ ബുരാ നഹി ലേഖ, ആർക്കും അത് ഇഷ്ടക്കേടുണ്ടാക്കില്ല എന്ന് തന്നെയാണ് കവി അതിൽ നിന്നും അർത്ഥമാക്കുന്നത്. മലയാളിൻ കി ലഹരയുമാക്കർ മേരെ മാനസ് നയൻ നളിൻ കോ ചുംബൻ കർക്കെ ജഗായേഗി. അപ്പോൾ മലയാനിൽ കി ലഹരയും, മലയിൽ നിന്നും വരുന്ന തണുത്ത കാറ്റ് എൻ്റെ പ്രേമികയുടെ ചുംബനം നൽകി, പ്രേമികയ്ക്ക് ചുംബനം നൽകി അവിടെ ഉണർത്തും. മേരെ ചോട്ടെ സംസാർ മേനെ പൂരബ് സെ ലാൽ കുസും കെ സമാൻ ഉഷാ ഖിലേഗി. എൻ്റെ ഈ ചെറിയ ലോകത്തില് കിഴക്ക് നിന്നും ഉദിക്കുന്ന അല്ലെങ്കിൽ വിടരുന്ന ചുവന്ന പൂവിനെ പോലെ പ്രഭാതം പൊട്ടിവിടരും. ഉഷാക്കെ ഹസി ഭരെ ലാൽ ഹോട്ടോം കാ രംഗ് ദിൻ കോ രംഗീൻ ബനാ ദേഗ. പ്രഭാതത്തിലെ ആ ചുവപ്പ് പോലെ ആ പ്രേമികയുടെ ചുണ്ടിലെ ആ ചുവപ്പും ആ ചിരിയുമെല്ലാം എൻ്റെ ജീവിതത്തിന് പുതിയ നിറങ്ങളും പുതിയ തലങ്ങളും നൽകുന്നു. രാത് കെ അന്ധകാർ കെ സാഗർ പാർ കർക്കെ ചന്ദ്രമാ കി കിരണേം ആയേഗി. രാത്രിയിലെ അന്ധകാരമാകുന്ന കടല് നീന്തിക്കടന്ന് ചന്ദ്രൻ എത്തും, ചന്ദ്രന്റെ കിരണങ്ങൾ എത്തും. പ്രകൃതി കെ കൺ കണമേ അന്തരീക്ഷ സെ ഓസ് കി ബൂന്ദേം കി വർഷ ഹോഗി. പ്രകൃതിയിലെ ഓരോ കണങ്ങളിലും മഞ്ഞു കണങ്ങൾ വീഴും. പ്രേം കെ ഇസ് ഏകാന്ത സൃജൻകാരമേ കിസിക്കോ ബാധ ഉപസ് നഹി കർണിയെ. ഈ പ്രേമത്തിന്റെ ഏകാന്തമായ പ്രക്രിയയിൽ ആരും ഒരു തരത്തിലുമുള്ള തടസ്സങ്ങൾ ഉണ്ടാക്കരുത്. അപ്രേമേ ജോ കുച്ച് സുന്ദർ ഹെ ഹുസൈൻ പ്രേം യുഗ്മോക്കുതെ. നമുക്ക് എന്തെങ്കിലും ഈ പ്രേമയുഗ്മങ്ങൾക്ക് നൽകാനായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതാണ് ചെയ്യേണ്ടത്. ഇസ് കവിതാമയം പ്രകൃതി ചിത്രൻ. ഈ കവിതയില് പ്രകൃതി ചിത്രൻ, മാനവീകരൻ, അതുപോലെ തന്നെ സൗന്ദര്യവർണ്ണൻ, പ്രേമാനുഭൂതി, ആദി ഛായാവാദി പ്രവൃത്തിയും കാ സുന്ദർ സമാവേശവുമായി തുടങ്ങിയ ഛായാവാദി കാവ്യത്തിന്റെ എല്ലാ പ്രത്യേകതകളുടെയും ഒരു സമന്വയം നമുക്ക് ഈ കവിതയിൽ കാണുവാനായിട്ട് സാധിക്കും. അപ്പം ഇത്രയാണ് ഇതിലെ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസ് എന്ന രീതിയിൽ നമുക്ക് കണക്കാക്കാവുന്നത്. ഇത്രയുമാണ് മധുരതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനം. ഇത് നിങ്ങൾക്ക് ഉപയോഗപ്രദമാവും എന്ന് കരുതുകയാണ്.